ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഏതിൻ്റെ ഒരു ലൈറ്റ് സർക്യൂട്ട്, അതായത് DC to DC ബൂസ്റ്റിംഗ് സർക്യൂട്ട് എന്ന് പറയും. അതായത് ഒരു DC വോൾട്ടേജ് കൊടുത്തിട്ട് അതിപ്പോൾ ഒരു ഇൻപുട്ട് ഒരു 4 വോൾട്ട് 5 വോൾട്ട് 9 വോൾട്ട് കൊടുത്തിട്ട് അതിന് 30 40 50 വോൾട്ടിലേക്ക് മാറ്റുന്നതാണ് നമുക്കിപ്പോൾ ഒരു ഫോണിൽ ലൈറ്റ് IC വർക്കാവുന്നത്. ഇപ്പോൾ ലൈറ്റ് ICക്ക് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 4 വോൾട്ടിൽ 5 വോൾട്ടിൽ വർക്കാവില്ലല്ലോ. അപ്പോൾ അതിൽ കാരണം കുറേ LED ഉണ്ടായതുകൊണ്ട് ആ LEDക്ക് വോൾട്ടേജ് കൂടുതലാണ് കാരണം, പക്ഷേ കറണ്ട് കുറവാകും. എപ്പോഴും നമ്മളെന്ത് മനസ്സിലാക്കുക, ഒരു ചെറിയ വോൾട്ടേജിൽ നിന്ന് വലിയ വോൾട്ടേജിലേക്ക് ഒരു വോൾട്ടേജിന് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കറണ്ട് കുറവും വോൾട്ടേജ് കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളൊരു ബ്രൈറ്റ്നസ്സൊക്കെ ഫുള്ള സമയത്ത് 15 മുതൽ 20 25 28 വോൾട്ടേജ് വരെ അതിൻ്റെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു LCD സർക്യൂട്ട് ആവുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണത് ഈ വോൾട്ടേജ് അപ്പാവുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചേക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു 3-4 കമ്പോണൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഒരു 4 വോൾട്ട് അല്ലെങ്കിൽ ഒരു 9 വോൾട്ട്, പിന്നെ ഒരു കോയിൽ, ഒരു ഡയോഡ്, ഒരു സ്വിച്ചിങ് സർക്യൂട്ട്, അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ. അപ്പോൾ എങ്ങനെ ആയിരിക്കും ഈ ഒരു 4 വോൾട്ട് കൊടുത്തിട്ട് അതിനെ ഒരു എന്താ പറയുക ഒരു 15 അല്ലെങ്കിൽ 20 വോൾട്ടേജ് ആക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കോയിലിനെ പറ്റി ഒന്ന് പഠിക്കണം. കോയിലിൻ്റെ അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു EMF ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിക്കുക. അത് ആ വോൾട്ടേജ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു EMF ഉണ്ടായിട്ട് അത് നമ്മൾ ഡിസ്കണക്ട്, അതായത് ആ സ്വിച്ച്, അതായത് ആ ബാറ്ററി നമ്മൾ ഓഫ് ആക്കുന്ന സമയത്ത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് വന്നിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് പോലെ വന്നിട്ട് ആ ചെറിയ വോൾട്ടേജിനെ ഒരു വലിയ വോൾട്ടേജ് ആക്കി മാറ്റും. അതായത് ഒരു സെക്കൻഡ് അല്ല, ഇന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു സ്പൈക്ക് പോലെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവും. അത് നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയില്ല, കാണാനോ ഇതൊന്നും കഴിയില്ല. അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡിലാണ് അത് റിലീസ് ആവുന്നത്. റിലീസ് ആവുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കോയിലിൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവ് കൊടുത്തിട്ട് കോയിലിനകത്ത് കൂടി എപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് നമുക്ക്, അതായത് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതൊരു EMF ഉണ്ടാക്കും. പക്ഷേ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊളാരിറ്റി മാറും എന്നുള്ള ഒരു സംഗതി കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു കോയിലിൻ്റെ അക്രോസ് നമ്മളൊരു പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വിച്ച്, അതായത് ആ ഒരു നെഗറ്റീവ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പോസിറ്റീവ് കട്ട് ചെയ്യുന്ന സമയത്തോ പോസിറ്റീവ് കൊടുത്ത സൈഡിലല്ല പോസിറ്റീവ് വരിക, നേരെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങോട്ട് മാറിയിട്ട് പൊളാരിറ്റി മാറിയിട്ടാണ് അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു സ്പൈക്ക് പോലെ ആ ഒരു EMFൻ്റെ തിരിച്ച് വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ആ ഒരു കോയിലിൻ്റെ ആ ഒരു സ്വഭാവത്തെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമുക്കൊരു സ്വഭാവം കൂടി പഠിക്കേണ്ടതുണ്ട്, ഒരു സ്വിച്ച് സർക്യൂട്ട്. ഇപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ലൈറ്റ് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും നമ്മൾ മാനുവലി ഒന്ന് പ്രസ് ചെയ്ത് ഓണാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്കൊരു സെക്കൻഡിൽ ചിലപ്പോൾ ഒരു വട്ടമൊക്കെ നമുക്ക് സ്വിച്ചിങ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു മൈക്രോ കൺട്രോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്കതിനെ ഒരു സെക്കൻഡിൽ ഒരുപാട് വട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ചിങ് ആക്കാൻ കഴിയും. അതായത് ഓണും ഓഫും ആക്കാൻ കഴിയും. ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റോ അല്ലെങ്കിൽ IGBTയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന PWM അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന പൾസ്, ആ പൾസിനനുസരിച്ച് നമുക്ക് ആ ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആക്കാൻ കഴിയും. നമുക്ക് മാനുവലി ഓണും ഓഫാക്കാൻ കഴിയില്ല. കാരണം അത് അങ്ങനെ മാനുവലി ഓണാക്കുന്ന സമയത്ത് ഇന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്ക് ഒരിക്കലും മാനുവലി ഓഫാക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ കമ്പൗണ്ട്സ് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഒന്നുകിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കും, അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ IGBT എന്താണോ നമുക്ക് ആ ഒരു സർക്യൂട്ടിന് എത്രത്തോളം ലോഡ് വരുന്നതനുസരിച്ച് ഏത് കമ്പൗണ്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വിച്ചിങ് നടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന് ഒരു എന്തുണ്ടാവും, ഒരു എമിറ്റർ കളക്ടർ ബേസ് ഉണ്ടാവും. അതല്ല ഒരു മോസ്ഫെറ്റ് ആണെങ്കിൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സോഴ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡ്രെയിൻ ഉണ്ടാവും. അതിനെ ആ മോസ്ഫെറ്റ് എപ്പോൾ ഓൺ ആക്കണം എപ്പോൾ ഓഫ് ആക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഒരു ഗേറ്റിന് ഒരു സോഴ്സും ഉണ്ടാവും. അപ്പോൾ ഗേറ്റിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജിനനുസരിച്ചാണ് അവിടെയുള്ള ആ ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു മോസ്ഫെറ്റിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് 9 വോൾട്ട് കൊടുത്തിട്ട് ഒരു എന്താ പറയുക 40 വോൾട്ടോളം ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ കണ്ട ഇവിടെ ഒരു 9 വോൾട്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 500 എൻട്രിൻ്റെ മൈക്രോ എൻട്രിൻ്റെ ഒരു കോയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. ഇവിടെ ഒരു എന്തുണ്ട്
മോസ്ഫെറ്റ് ഉണ്ട് ഉണ്ടാ. പിന്നെ ഗ്രൗണ്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് ഒരു കപ്പാസിറ്റർ, ഇവിടെ ഡയോഡ്, പിന്നെ ജസ്റ്റ് വോൾട്ടേജ് അനലൈസ് ചെയ്യാൻ ഒരു വോൾട്ടേജ് മീറ്റർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിതിൻ്റെ സർക്യൂട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കാണാൻ കഴിയും. ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഇതാണ് ഇതിൻ്റെ ഇതിക്ക് കൊടുത്തിട്ടുള്ള വോൾട്ട്, 5 വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ടിൽ, അതായത് ഈ ഒരു മോസ്ഫെറ്റ് ഓൺ ആകാൻ വേണ്ടിയിട്ട് 5 വോൾട്ടാണ് ട്രിഗർ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ വേവ് എന്താ, ഇതിനൊരു ഓണും ഓഫും ഉണ്ട്. ഈ മേലത്തെ ഈ പോർഷന്, മേലുള്ള ഈ പോർഷൻ അതിന് ഓൺ ഓഫ്, ഈ പോർഷൻ വരുന്ന സമയത്ത് ഈ മോസ്ഫെറ്റ് ഓണാവും. അപ്പം എന്ത് ചെയ്യും, ഇതിൽ കൂടെ ഇവിടെ നെഗറ്റീവാണ് കൊടുത്തിട്ടുള്ളത്. ഈ നെഗറ്റീവ് നേരെ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഒരു EMF ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെ ഓഫ് സ്റ്റേറ്റ് ആണ്. അത് ഇന്ന ഒരു മൈക്രോ സെക്കൻഡുകൾക്ക് നടക്കുന്നതാണ്. ഒരു സെക്കൻഡ് ചിലപ്പോൾ എത്ര തവണയും ചിലപ്പോൾ സ്വിച്ച് ആവും നമ്മൾ കൊടുക്കുന്ന പൾസിനനുസരിച്ച്. അപ്പോൾ വേണ്ട, ഇതിവിടെ ഒരു ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ഈ ഓഫ് ആവുന്ന സമയത്ത് ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് ഒന്ന് വേണ്ട, അതായത് കണ്ട ഇവിടെ ഇങ്ങനെ വേണ്ട, ഓരോ സിഗ്നൽ ഓൺ ഓഫ് ആവുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉണ്ട്, ഈ ഒരു സ്ക്വയർ വേവ് ഉണ്ട്, അവിടെ അനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 15 വോൾട്ട് വരെ എത്തി. അപ്പോൾ ഇതൊരു 9 വോൾട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു DC to DC സ്റ്റെപ്പ് അപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതാക്കാം. അപ്പോൾ ഇതേണ്ട, ഇവിടെ ഒരു സമയത്ത് സ്വിച്ച് ഓൺ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഒരു സമയം, അതായത് ഈ ഒരു സ്ക്വയർ വേവ് അനുസരിച്ചിട്ട് ഒരു സമയം ഫോണ് സ്വിച്ച്, അതായത് ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിലിൽ ഉണ്ടാക്കും. അത് ഓഫ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു ഇന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു വോൾട്ടേജ് നേരെ ഡയോഡ് പോയി, ഡയോഡ് നമുക്കറിയാം, ഡയോഡ് നെഗറ്റീവിനെ കടത്തി വിടുള്ളത് ഫോർവേഡ് ബയാസിലാണ് ഡയോഡ് വെച്ചുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് ഇന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു വോൾട്ടേജ് ചിലപ്പം എത്ര ഉണ്ടാവാം, 16, 20, 25 എത്ര ആവട്ടെ, അതെന്ത് ചെയ്യും, ഈ ഡയോഡിലൂടെ പാസ് ചെയ്തിട്ട് ഈ കപ്പാസിറ്റർക്ക് എത്തും. കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ച് കപ്പാസിറ്ററിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റോർ ആയിട്ടാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക, ഒരു സെക്കൻഡിൽ തവണകളോളം നടക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂ, ഇപ്പോൾ ഒരു 30 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്, ഇന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു 60 അല്ലെങ്കിൽ 50 വോൾട്ടേജാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു 50 വോൾട്ടേജ് നമുക്കിവിടെ കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു സമയത്ത് ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നു, ഓണുണ്ട്. ഓഫ് ആവുന്ന സമയത്ത് ആ ഇവിടുന്ന് റിവേഴ്സ് പോളാരിറ്റി, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് പോസിറ്റീവാണ് കൊടുത്തത്, ഇവിടേക്ക് നെഗറ്റീവാണ് ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഈ പൊളാരിറ്റി നേരെ മാറിയിട്ട് പോസിറ്റീവ് ഈ സൈഡിലേക്ക് വരും, കോയിലിൻ്റെ ഈ സൈഡിലോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു അപ്പായിട്ട് വരുന്ന വോൾട്ടേജ്, അതായത് ഇവിടെ ഒരു EMF ക്രിയേറ്റ് ചെയ്യും, EMF റിലീസ് ചെയ്യുമ്പോൾ അത്ര സ്പീഡിൽ സ്പൈക്ക് പോലെ വോൾട്ടേജ് ഉണ്ടാവും. അത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനെക്കാളും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും. അത് നേരെ ഈ ഡയോഡ് കൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൽ ഈ സ്വിച്ചിങ് നടക്കുന്ന ഒരു ചെറിയൊരു മൈക്രോ സെക്കൻഡിൽ ചെറിയൊരു വേരിയേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്ററിൽ എന്തുണ്ട്, ഓൾറെഡി ചിലപ്പോൾ 50 വോൾട്ടേജ് ക്യാരി ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ, സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ 50 വോൾട്ട് ഇതിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വോൾട്ടേജ്, ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്തു, ആ വോൾട്ടേജ് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഒരു നീല ലൈന് കറക്റ്റായിട്ട് 20 വോൾട്ടേജ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കറക്റ്റ് 20 വോൾട്ടാണെങ്കിൽ 20 വോൾട്ട് കറക്റ്റാക്കിയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി വോൾട്ടേജ് വേണമെങ്കിൽ കൂട്ടാൻ കഴിയും. ഇതിൻ്റെ പൾസിൻ്റെ വാല്യൂ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു സെക്കൻഡിൽ എത്ര ഇതിനാണ്, നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ സിഗ്നലിൻ്റെ അളവ് നമുക്ക് മാറ്റാൻ കഴിയും. മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ 5 മൈക്രോ സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് ഒരു 4 ആക്കി വെക്കുക. ഒരു 4 ആക്കുന്ന സമയത്ത് 4 ആക്കുമ്പോൾ സ്വിച്ചിങ് സ്പീഡ് പിന്നെയും കൂടും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ചിങ് സ്പീഡ് പിന്നെയും കൂടി വരും. അപ്പോൾ ആ സ്വിച്ചിങ് സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്വിച്ചിങ് സർക്യൂട്ടിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ചെറിയ വോൾട്ടേജ് കൊടുത്തിട്ട് ഒരു വലിയ വോൾട്ടേജ് ആക്കുമ്പോൾ ഉള്ള ഒരു സർക്യൂട്ട് കണ്ട. ഇവിടെ എപ്പോഴും കണ്ട ഈ ഒരു ഡയോഡ് കൂടെ ഒരു സമയത്ത് മാത്രം എന്ത് ചെയ്യുള്ളൂ, വോൾട്ടേജ് പാസ് ചെയ്യുള്ളൂ. കൂടുതൽ സമയത്തും വോൾട്ടേജ് പാസ് ചെയ്യില്ല. കാരണം ഇവിടെ സ്വിച്ചിങ്ങിൻ്റെ സ്പീഡിനനുസരിച്ചാണ് ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്യണം, അപ്പാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡയോഡ് എന്തിനാണ്, ഈ കോയിൽ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കും. ഏതൊരു ഫോൺ സർവീസിനും ഈ ഒരു 3 സംഭവങ്ങളുണ്ടാവും. ഒരു കോയിലുണ്ടാവും, ഒരു ഡയോഡ് ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്റർ ചിലപ്പോൾ 1 2 ഉണ്ടാവും.
കോയിൽ ഒന്നുണ്ടാവും. പിന്നെ ഈ ഒരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു IC-കളൊക്കെ ഇത് എത്ര തവണ സ്വിച്ച് ചെയ്യണം, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും, കാരണം ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നമ്മൾ IC-കൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു IC എടുത്ത് നോക്കാം. ഇതൊരു iPhone 6-ൻ്റെ ഒരു ലൈറ്റിൻ്റെ സർക്യൂട്ടാണ്. അതിൽ കണ്ട അതേപോലെ തന്നെ ഉണ്ട്. അവിടെ നിങ്ങളൊരു കോയിൽ കാണുന്നുണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ അതിൽ നമുക്കൊരു മോസ്ഫെറ്റ് ആണ് നമ്മളവിടെ ഉപയോഗിച്ചത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് അതിനൊരു IC ഉണ്ടാവും. ലൈറ്റ് IC എന്ന് പറഞ്ഞാൽ നമ്മൾ IC ആണ് എന്ത് ചെയ്യണത്, അത് മൊത്തം കൺട്രോൾ ചെയ്യണത്. കാരണം നമുക്കൊരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പൾസും കാര്യങ്ങളും കാരണം ഫോൺ ആകുമ്പോൾ ബ്രൈറ്റ്നസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ബ്രൈറ്റ്നസ് കൂട്ടണം കുറയ്ക്കുന്നതിനനുസരിച്ച് സ്വിച്ചിങ് സ്പീഡ് കൂട്ടും കുറക്കും വേണ്ടി വരും. കാരണം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ലൈറ്റ് ഐസിൻ്റെ ഉപയോഗം വരുന്നത്. ലൈറ്റ് ഐസി വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും ഒരു ആനോഡ് എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. അതിനോടൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളത് CPU-ക്ക് മനസ്സിലാവണം. അപ്പോൾ CPU മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് അതായത് ഐസിൻ്റെ ഔട്ട്ക്ക് വരുന്ന എന്തുണ്ട്, ഒരു 1.8 വോൾട്ടേജ് ഉണ്ട്. പിന്നെ അതിക്ക് വരുന്ന I2സിൻ്റെ ഡാറ്റയും ക്ലോക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ LED-ക്കുള്ള കാറ്റ് 1 കാറ്റ് 2 നെഗറ്റീവായിട്ടുള്ള കാറ്റ് 1 കാറ്റ് 2 ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്, ഈ ഒരു IC ഇവിടെ എന്ത് ചെയ്യണത് ഉപയോഗിക്കേണ്ട. അവിടെ ഉണ്ട് SW സ്വിച്ചിങ്. അപ്പോൾ ആ ഒരു മോസ്ഫെറ്റിൻ്റെ കേസ് അതേ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ എന്തുണ്ട്, ആ ഒരു പ്രത്യേക ടൈമിൽ സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ ഈ SW ഒരു തവണ എന്ത് ചെയ്യും ഗ്രൗണ്ട് ആവും. അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഒരു EMF ഉണ്ടാക്കും. അപ്പോൾ പിറ്റത്തെ സമയത്ത് ഇത് ഓഫ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നേരെ അതേ പറഞ്ഞ മാതിരി ഇവിടെ നിൽക്കാനും പോസിറ്റീവ് നേരെ ഇങ്ങോട്ട് മാറിയിട്ട് ഇതേപോലെ എന്ത് ചെയ്യും ഈ ഡയോഡ് കൂടെ കടത്തി വിട്ടിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ഐസിൻ്റെ ഏകദേശം വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടാവും അതിൻ്റെ ഗ്രാഫും അങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജ് കൂടുന്നതെന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡയോഡിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവിടെ ഈ സ്വിച്ചിങ് എന്നുള്ള ഈ ലൈൻ ഒരു സമയത്ത് ഇവിടെ ഗ്രൗണ്ട് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, അത് ഇവിടെ ഇങ്ങോട്ട് കടത്തി വിടാൻ പാടില്ല. കാരണം ഇങ്ങോട്ട് കടത്തി വിടാതിരിക്കും. കാരണം ആ സമയത്ത് ഇവിടെ ഡയോഡ് വെക്കണമെന്നുണ്ടാവും, ഇവിടെ റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആ നെഗറ്റീവ് വോൾട്ടേജ് ഇങ്ങോട്ട് കടത്തൂല, അത് നേരെ കോയിലിലേക്ക് തന്നെ പോവുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്ത് സംഭവിക്കുക, ഒരു പോസിറ്റീവാണ് ഇങ്ങോട്ട് വരാനുള്ളത്. അപ്പോൾ പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് കൊണ്ട് കടത്തി വിടും വേണം. ഇതൊക്കെ ഒരു സെക്കൻഡിൽ അനേകം തവണ നടക്കണോണ്ട് നമുക്കത് എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡയോഡ് വെക്കണം. അപ്പോൾ ഡയോഡ് നമ്മളിവിടെ ഒഴിവാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു സമയത്ത് ഗ്രൗണ്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ഉണ്ടാവും, പിന്നെ കിടന്ന് കോയിൽ കത്താൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡയോഡ് വേണം. പിന്നെ എന്താണ് കപ്പാസിറ്റർ എന്തിനാണ്, കപ്പാസിറ്റർ ഓൾറെഡി ഇവിടെ 25 വോൾട്ടാണ് ഇതിൻ്റെ മാക്സിമം ഉണ്ടാവും. 25 ഈ 3 കപ്പാസിറ്റർ 25 വോൾട്ട് ഇതിന് സ്റ്റോർ ആയിട്ടുണ്ടാവും. 25 വോൾട്ട് സ്റ്റോർ ആകുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള ചെറിയൊരു ഡിലേ ഉണ്ടാവും. കാരണം സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് ഒരു ഓണും ഒരു ഓഫും നമ്മളൊരു എന്ത് പറഞ്ഞു, ഒരു സ്ക്വയർ വേവ് ഇട്ടിട്ട് നമ്മൾ കാണിച്ചു തന്നല്ലോ, ഒരു ഓണും ഒരു ഓഫും എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ആ ഒരു സംഗതി അതായത് ഓൺ ആവുന്ന സമയത്തും ഓഫ് ആവുന്ന സമയത്തും ചെറിയൊരു ഡിലേ എന്തുണ്ടാവും ഇവിടെ ഉണ്ടാവും. ആ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മളിവിടെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. കാരണം ഓണും ഓഫും സമയത്ത് നമുക്ക് കണ്ടുകൊണ്ട് കാണില്ല എന്നുണ്ടെങ്കിലും അവിടെ ഓണും ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ നാനോ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകൾക്ക് ഡിലേ വരുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ ചാർജ് എടുത്തിട്ട് എന്ത് ചെയ്യും അടുക്ക് കൊടുക്കും. അതുകൊണ്ടാണ് നമുക്ക് കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ബ്രൈറ്റ്നസ്സിനും ഫ്ലിക്കറിങ്ങും ബ്രൈറ്റ്നസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കമ്പോണൻസും അതിന് വേണമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം ഒരു ധാരണ എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കോയിലിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു ധാരണ കിട്ടി. അതേപോലെ തന്നെ ഡയോഡ് അവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഒരേ സമയത്ത് സ്വിച്ചിങ് വരുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ടാണ് അവിടെ നടക്കുന്നത്. കാരണം അവിടെ ഒരു NPN ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല നമുക്ക് സർക്യൂട്ട് കാണിച്ചാൽ NPN മോസ്ഫെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ N ചാനൽ P ചാനൽ എടുക്കുക. കാരണം P ചാനൽ N ചാനൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് അതായത് പോസിറ്റീവ് ചാർജുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഓണും ഓഫും ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ P ചാനൽ ഉപയോഗിക്കും. ഒരു നെഗറ്റീവുമായി ഗ്രൗണ്ടിലേക്കുള്ളൊരു ഇതാണ് ഉപയോഗിക്കുന്നത് N ചാനൽ ഉപയോഗിക്കും. അങ്ങനെ കുറേ സംഗതികൾ മോസ്ഫെറ്റും ട്രാൻസിസ്റ്ററും വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ബേസിക് സർക്യൂട്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു ബക്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ബൂസ്റ്റർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ഫോണിനകത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസിസ്റ്റർ മാത്രം വെച്ചാൽ കഴിയില്ല. കാരണം എന്താ, ഇത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും അതിൻ്റെ എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നൊക്കെ ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ടാവും. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിൽ ഒരുപാട് ക്രമീകരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതിനനുസരിച്ച് വരുന്ന സമയത്ത് അതിലേക്കുള്ള എത്ര അളവിൽ ആണ് ഇപ്പം ബ്രൈറ്റ്നസ്, ഇപ്പോൾ പുറത്തുള്ള ലൈറ്റ് എത്രത്തോളം നമ്മൾ ആംബിയൻസ് സെൻസ് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് നല്ല വെളിച്ചുള്ള സമയത്ത് കൂടുതൽ ബ്രൈറ്റ്നസ് വേണം. അതൊക്കെ CPU വേണ്ടി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടാണ് ലൈറ്റ് AC വർക്ക് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ I2C ഡാറ്റയും ക്ലോക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു സർക്യൂട്ട് IC ആയിട്ടിവിടെ വരുന്നത്. നമുക്ക് പയ്യെ നോക്കിയൻ്റെ ഫോണിലൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രാൻസ്ഫർ മാത്രം വെച്ചിട്ടാണ് എന്താണ് നമുക്ക് വോൾട്ടേജ് ഉണ്ടാക്കുന്നത്. നോക്കിയനൊക്കെ പഴയ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ IC-കളൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു 4 ലെഗുള്ള IC മാത്രമേ ഉള്ളൂ. കാരണം അവർക്കൊരു ഇൻപുട്ടും ജസ്റ്റ് ഒരു എനേബിളും മാത്രം മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 105-ലൊക്കെയാണ് തോന്നുന്നത്. ജസ്റ്റ് ഒരു 3 ലെഗുള്ള ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ടാണല്ലോ 105-ലൊക്കെ ഒരു ലൈറ്റ് സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. ഒരു കോയിലൊരു കപ്പാസിറ്ററും ഒരു ട്രാൻസ്ഫറും ഉണ്ടാവും. ആ ട്രാൻസ്ഫറിൻ്റെ ഇൻപുട്ടിക്ക് ഇതേപോലെ ഒരു എനേബിളിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്വിച്ചിങ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെയിം സർക്യൂട്ടിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ളൊരു ചിപ്പ് വരുന്ന സമയത്ത് ഇതേപോലെ ഡാറ്റയും പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കണക്ഷൻസ് എങ്ങനെ എങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് വർക്ക് ആവില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഈ കോയിൽ നമ്മൾ പലപ്പോഴും കോയിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും കോയിൽ ഇട്ട് കഴിഞ്ഞാലൊക്കെ ബ്രൈറ്റ്നസ് കൂടാനും കുറയാനൊക്കെ കാരണം ഇതുകൊണ്ടാണ്. അതേപോലെ കപ്പാസിറ്റർ അളവ് മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് ഡയോഡോ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ആയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോയിൽ കോയിൽ ഡയോഡ് കപ്പാസിറ്റർ ഇത് 3 ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡയോഡോ കപ്പാസിറ്റർ ഷോർട്ട് ആയിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്ക് എടുത്തിട്ട് ചിലപ്പം കോയിൽ ഡാമേജ് ആവാനും ഡയോഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കപ്പാസിറ്റർ മാത്രം തട്ടി മാറ്റുമ്പോൾ എന്തെങ്കിലും ബ്രൈറ്റ്നസ്സിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെന്നുണ്ടെങ്കിൽ കോയിലും ഡയോഡും ഒക്കെ എന്ത് ചെയ്യുക, ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.